മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓടി വന്നേ. ഇതാ നമുക്ക് ഇന്നൊരു ഗെയിം പരിചയപ്പെടാം കേട്ടോ. എന്ത് ഗെയിമാണ് നമ്മളിപ്പോൾ ഇവിടെ കളിക്കുക? ഗെയിം ഒരു അക്ഷര ഗെയിമാണ്. അക്ഷരങ്ങൾ ചേർന്നാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റൂലേ? അപ്പൊ ഒരു അക്ഷര ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ടീച്ചർ പേരറിയണ്ടേ? പേരറിയാത്ത ആളുകളുടെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ ടീച്ചറിന്റെ പേര് ശ്രുതി എന്നാണ്. അപ്പൊ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും ശ്രുതി ടീച്ചറിന്റെ കൂടെ ഓടി വന്നേ. നമുക്ക് നോക്കാവേ. റെഡിയല്ലേ? ആ എന്ന അക്ഷരം നിങ്ങൾക്ക് അറിയാമോ? ആ എല്ലാവർക്കും അറിയാലേ? ആ അറിയാമോ? ഈ അറിയാമോ? ഈ അറിയാമോ? ആ ഈ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മളിങ്ങനെ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ കിട്ടും. നമ്മളൊന്ന് പഠിച്ചു നോക്കിയാലോ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് ഇരുന്ന് ചേർന്ന് കളിച്ചു നോക്കണം കേട്ടോ. ഏതാണ് ഗെയിം? അക്ഷരക്കളി അങ്ങനെ പറയാം നമുക്ക്. എന്താണ് അക്ഷരക്കളി അല്ലെ? വാക്കുകൾ എഴുതാം. അപ്പൊ എങ്ങനെയാ വാക്കുകൾ എഴുതേണ്ടത്? ഇവിടെ ഈ ഒരു വട്ടത്തിന്റെ ഉള്ളിൽ ഏത് അക്ഷരം കാണുന്നുണ്ട്? റെഡ് കൊണ്ട് ടീച്ചർ എഴുതിയത് ഏത് അക്ഷരാണ്? ആ ആണല്ലേ. ആ എന്ന് പറയുന്ന അക്ഷരത്തോട് ഇതിൽ കാണുന്ന കുറേ അക്ഷരങ്ങളുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ചാല് ചില വാക്കുകൾ കിട്ടും. ഇനിയിപ്പോ ചില അക്ഷരം ചേർത്ത് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു വാക്കും കിട്ടില്ല. അപ്പൊ അത് എഴുതണ്ട. നമ്മൾ ഒന്ന് എഴുതി നോക്കിയാലോ? ആയും റായും ചേർന്നാൽ എന്താണ്? അറ. എന്താണ്? അറ. വീട്ടിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അറ കാണാറുണ്ടോ? അറ മുറിക്കും നമ്മള്. ഓരോ റൂമിനും ചിലപ്പോ നമ്മൾ അറാന്ന് കാണാറുണ്ട്. അറാന്ന് പറയാറുണ്ട്, ഓരോ അറയായിട്ട്. അതുപോലെ ഷെൽഫിന് നമ്മൾ പറയാറുണ്ട് അറ. അതാണ് അറ. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആ റാ അല്ലേ? ആയും റായും അറ. ഇനി ഇതാ നമ്മൾ എന്തുകൊണ്ടാ ചോറുണ്ടാക്കുക? അരി കൊണ്ടാണല്ലേ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചേർത്ത് വെച്ചാൽ എന്താവും? അരി 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 കിട്ടില്ലേ? അരി. അറ. അടുത്തത് അരി. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതോ ഏതാ? വികൃതി കളിച്ചാൽ നമുക്ക് അമ്മയോടൊക്കെ കിട്ടുന്നത് എന്താ? ആ ടീ അടി. ടീച്ചേഴ്സ് അടിക്കാറുണ്ടോ സ്കൂളിൽ നിന്ന്? ഇല്ല അല്ലെ? ടീച്ചേഴ്സ് ആരും നിങ്ങളെ അടിക്കാറില്ല. കുരുത്തക്കേട് കളിക്കാറുണ്ടോ? അപ്പൊ അടി കിട്ടൂലേ? അടി കിട്ടാറുണ്ട്. അപ്പൊ അറ, അരി, അടി. ഇനി അടുത്ത നിങ്ങൾ പറഞ്ഞേ. ഏതാണ്? ഇവിടെ ഒരാളുടെ പേരുണ്ട്. അമ്മു. അതിനു മുമ്പേ നമുക്ക് നോക്കാം. ആയും മായും ചേർന്നാൽ ഇതേതാണ് അക്ഷരം? മ. കൂട്ടക്ഷരം ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അമ്മ. നമ്മുടെ അമ്മ അല്ലേ? അമ്മ. അപ്പൊ വേണമെങ്കിൽ തൽക്കാലം എന്നെ അമ്മ എന്ന് വിളിച്ചോ. അമ്മ. അപ്പൊ നമുക്ക് അമ്മ എന്ന് എഴുതാം. അമ്മ. ഇനി അമ്മയുടെ കൂടെ ഈ മായുടെ കൂടെ ഒരു ഊ ചിഹ്നം ചേർത്താൽ ഒരാളുടെ പേരാവോ? നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? പേരെന്താ? അമ്മു. അമ്മു അല്ലേ? അമ്മു. ഇതിവിടെ ഉള്ളതാണ്, ഞാൻ എഴുതിയത് മൊത്തമായിട്ട്. അമ്മു. അമ്മ അമ്മുവിന് വേണ്ടി അടയുണ്ടാക്കി. അട. കണ്ട? അട. ഇനി നിങ്ങൾക്ക് വേറെ അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാത്ത ചില വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ഇത് നോക്കൂ. ഏതാ?
ആയും മായും ചേർന്നാൽ എന്ത് വരും? അമ. അമ എന്നല്ല നമ്മൾ കേട്ടിട്ടില്ല, ആമാന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ആമാന്ന് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്ത മറ്റൊരു വാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അല. 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 അതൊന്നും നമുക്ക് എഴുതാം അല്ലേ? അല. അപ്പൊ നമുക്ക് കിട്ടാണ് അറ, അരി, അടി, അമ്മ, അമ്മുവിന് വേണ്ടി അട ചുട്ടു. അമ്മ, അമ്മു, അട. നോക്കൂ, ഇത്രയും വാക്കുകൾ നമുക്ക് കിട്ടിയില്ലേ? അമ്മ. വായിച്ചു നോക്കൂ, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല. ഈ ആയും ഇതിലെ അക്ഷരങ്ങളും ചേർത്തിട്ട് കിട്ടിയ വാക്കുകളാണ് കേട്ടോ. അമ്മ, അമ്മു, അല, അല, അടി, അട, അറ, അരി അല്ലേ? അമ്മ അമ്മുവിന് വേണ്ടി അട ചുട്ടു. അമ്മ, അമ്മു, അട അല്ലെ? അട ചുട്ടിട്ട് അത് തിന്നാനിട്ട് അമ്മുവിന് അടി കിട്ടി അല്ലേ? അടി കിട്ടി. അറയിലുള്ള അരി. അങ്ങനെയൊക്കെ നമുക്ക് വാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ടീച്ചർ ഉണ്ടാക്കി തന്നതാണ്. ഇനി മറ്റൊരു വാക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കോളൂ. ഈ വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഏതൊക്കെ വാക്കുകളാ നമുക്ക് നോക്കാം. ഈ വെച്ചിട്ട് ടീച്ചർ ഒരു വാക്ക് മാത്രം ഇവിടെ പറഞ്ഞു തരാം. ഏതാ? ഇല. ബാക്കി വേണമെങ്കിൽ അക്ഷരങ്ങളും നിങ്ങൾ ചേർക്കുക. അക്ഷരങ്ങൾ ചേർത്ത് വാക്കുകളും നിങ്ങൾ ഉണ്ടാക്കില്ലേ? എല്ലാവർക്കും പഠിക്കണ്ടേ? ഇങ്ങനെ അക്ഷരങ്ങളിലൂടെ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാക്കുകൾ പഠിക്കാൻ പറ്റും. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പറ്റും. അപ്പൊ ടീച്ചർ ഇത്തരം ഗെയിമുമായിട്ട് ഇനിയും വരാം. പാഠഭാഗത്തുള്ളത് എല്ലാ മക്കളും പഠിക്കുന്നുണ്ട് എന്ന് ടീച്ചർക്ക് അറിയാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ.